ഹലോ ഗായ്സ്, അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന പെറ്റാണ് കേട്ടോ. ഇതിൻ്റെ പേര് പൂവാലി എന്നാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 9 വർഷം 10 വർഷത്തിൽ കൂടുതലായി. ഈ പൂവാലി ആളൊരു ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഡോഗാണ്. അപ്പോൾ ഇടയ്ക്ക് ഇവളുടെ ചെവി എന്തോ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ കണ്ടായിരുന്നു. വലിയ പേടിക്കാനൊന്നും ഇല്ലെന്നാ കരുതി, ചെറിയൊരു മുറിവ്. അതിൽ ഞങ്ങൾ മരുന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും അവൾ അസ്വസ്ഥത കാണിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞായിരുന്നു. കാരണം അത് കുറച്ച് പ്രശ്നമാണ്, ഇൻഫെക്ഷൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന എന്തോ ഒരു മുറിവാണെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ PMGയിലുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. അപ്പോൾ പൂവാലിയുടെ വെയിറ്റൊക്കെ നോക്കുകയാണ്. വെയിറ്റ് നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു സർജറിക്കെല്ലാം ഓക്കെയാണ്, ബ്ലഡ് ടെസ്റ്റൊക്കെ എല്ലാം നോർമൽ ആയതുകൊണ്ട് ഇന്ന് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് സൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ട് സർജറിയും കൊണ്ടുപോവാണ്. അപ്പോൾ പൂവാലി ഭയങ്കര പേടിച്ചാണ് ഇരിക്കുന്നത്. കാരണം അതിനെന്തോ ഇവിടെ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് പേടിച്ചൊക്കെയാണ് സ്റ്റെപ്പ് കയറുന്നത്. അതിന് എന്തൊക്കെയോ ഒരു സൂചന കിട്ടി. അതിന് ബ്ലഡൊക്കെ നേരത്തെ ടെസ്റ്റ് ചെയ്തപ്പോഴേ അതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വീണ്ടും എന്തോ വേദനിക്കാൻ ഉള്ള പുറപ്പാടാണെന്ന് കരുതി അതിന് ഭയങ്കര സങ്കടമായി. സ്റ്റെപ്പൊക്കെ കയറാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ എല്ലായിടത്തും ഓടി കയറുന്നതാണ്. അവിടെ പോയപ്പോഴേക്കും പൂവാലി ആദ്യം ഒന്ന് സൈലൻ്റായിട്ടിരുന്ന് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൂടെ ടെൻഷനായിട്ടിരുന്നു. പിന്നെ അപ്പോഴേക്കും അവർ പറഞ്ഞ് സ്ട്രെച്ചറിലോട്ട് കയറ്റി കിടത്തണം, ചെവിയുടെ സൈഡല്ലേ ഇൻഫെക്ഷനുള്ള. അപ്പോൾ ചെവിയുടെ സർജറിക്ക് മുമ്പ് ചെവിയുടെ ഹെയർസൊക്കെ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടി മയക്കാനുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് സ്ട്രെച്ചറിലൊക്കെ കയറ്റിയിരുത്തി. അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പോകുന്നതാണ്. ഇന്നെന്തോ പുള്ളിക്കാരി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, തൊടാനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ അപ്പോഴേക്കും അവരൊന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നായിരുന്നു. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ മിണ്ടായിരുന്നു. എന്തോ പെട്ടെന്ന് ജെർക്കിങ് ഒക്കെ കാണിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാണിച്ച് 10 മിനിറ്റ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മയങ്ങും എന്നാണ് പറഞ്ഞെന്ന്. പക്ഷേ ഇഞ്ചക്ഷൻ എടുത്ത് ഞങ്ങൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തായിരുന്നു. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും പൂവാലി മയങ്ങുന്നുണ്ടായിരുന്നില്ല. അതിനെന്തോ ഒരു മയക്കത്തിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്, പക്ഷേ അതിനുറങ്ങാൻ പറ്റുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ ആക്കി ഒരുപാട് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തായിരുന്നു. ഇതെന്താ ഇങ്ങനെ മയങ്ങാത്തതെന്നൊക്കെ വിചാരിച്ചു പോയി. കാരണം ഇടയ്ക്ക് ഷിവറിങ് പോലെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താ ഇങ്ങനെ ഉറങ്ങാത്ത, എന്തെങ്കിലും കുഴപ്പമുണ്ട്, വീണ്ടും മയങ്ങി വരുന്നതാണ്, തൂങ്ങി വീഴും. അപ്പോഴേക്കും അതിനെന്തോ പേടിയായിരിക്കും, അതിന് എവിടെയെങ്കിലും കൊണ്ടുപോവാണോ അങ്ങനെ എന്തൊക്കെ പേടിച്ചത് ഉറങ്ങുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെയോ അത് പതുക്കെ അങ്ങ് മയങ്ങിപ്പോയി. ഇതിൻ്റെ ഈ ഷിവറൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. കാരണം ഞങ്ങളെ വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റിന് ഇതുപോലത്തെ വയ്യായികയൊക്കെ വന്നാൽ അത് ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഭയങ്കര വിഷമമായി അതിൻ്റെ ഈ ഒരു അവസ്ഥ കൊണ്ട്. ഇങ്ങനെ അങ്ങോട്ട് ഉറങ്ങണമെന്നുണ്ട്. ലാസ്റ്റ് അത് എങ്ങനെയോ ഉറങ്ങിയിട്ട് അങ്ങോട്ട് ഷിവറിങ് ചെയ്യുന്നുണ്ട്. അതിനെന്തോ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ പേടിക്കേണ്ട, ഷിവറിങ് ഒക്കെ ഉണ്ടാവും, ചില ഡോഗ്സ് ഇതുപോലെ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും അവിടെ നിന്ന് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ സ്ട്രെച്ചറിൽ നിന്ന് അപ്പുറത്തെ സ്ട്രെച്ചറിൽ മാറ്റാൻ പറഞ്ഞു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്കല്ലെങ്കിൽ ആദ്യമേ പറയാമായിരുന്നല്ലോ. ഇതിപ്പോൾ അവിടെ നിന്ന് മാറ്റി ഇത് ഫുൾ മയക്കമായപ്പോഴേക്കും പിന്നെ അവർ ഹെയർ റിമൂവ് ചെയ്യാൻ തുടങ്ങി. ഹെയറൊക്കെ നല്ലതായിട്ട് അവർ റിമൂവ് ചെയ്തായിരുന്നു. റിമൂവൊക്കെ ചെയ്തതിന് ശേഷം ഇതൊക്കെ ചെയ്യുമ്പോൾ ബ്ലേഡ് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അതിനെന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞത് അവർ പറഞ്ഞു ഇനി പെട്ടെന്ന് അതിൻ്റെ അനസ്തേഷ്യ വിടും, പെട്ടെന്ന് ബോധം വരും, അവിടെ നിന്നെടുത്ത് പെട്ടെന്ന് ഇപ്പുറത്ത് സ്ട്രെച്ചറിലോട്ട് മാറ്റിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അവിടെ നിന്നെടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റി. അതാണെങ്കിൽ ഒരു വിധത്തിൽ നമ്മൾ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് മമ്മിയാണെങ്കിൽ നന്നായിട്ട് അതിനെ പറഞ്ഞ് മിണ്ടാതിരിക്കുക, കരയേണ്ട പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ലാസ്റ്റ് മമ്മിയാണ് പൂവാലിയെ എടുത്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയത്. അല്ലാതെ ആരെടുത്തും അത് മിണ്ടാതെ പാവത്തിനെ പോലെ ഇരിക്കുന്നുണ്ട്. പാവം അതിനെ തിയേറ്ററിലോട്ട് കയറ്റി. പിന്നെ ഒരു സർജറി പ്രോസസ്സ് ഒരു മണിക്കൂർ ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ അകത്തോട്ടൊന്നും കയറാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പുറത്ത് കൊണ്ടുവന്നായിരുന്നു. ഇത് പകുതി അനസ്തേഷ്യ, പകുതി ബോധത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് ഈ ചെവിയിലുള്ള സാധനം കൈകൊണ്ട് ഇങ്ങനെ തൊടാൻ സാധ്യതയുണ്ട്. ഈ കോളർ എന്നുള്ളൊരു ക്യാപ്പ് വാങ്ങിച്ചിടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. വീട്ടിലെത്തിയിട്ടും പകുതി മയക്കമായിരുന്നു. ഫുഡൊന്നും കൊടുക്കണ്ട, മരുന്നൊന്നും കൊടുക്കണ്ട, ഫുഡ് കഴിക്കുകയാണെങ്കിൽ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്, പാലെന്തെങ്കിലും. അങ്ങനെ അതിനെ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോയി.
അപ്പോൾ ഇന്നത്തെ ഈ പൂവാലിയെ കൊണ്ടുവന്ന ഹോസ്പിറ്റൽ ദിവസം എനിക്കെന്തോ കുറച്ച് വിഷമമുള്ളതായിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു നമ്മളെ വീട്ടിൽ വളർത്തുന്ന ആ പെറ്റ്സിനൊരു സങ്കടം വരുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ അയ്യോ പാവം തോന്നും. അപ്പം എന്തായാലും നമ്മൾ ഇവർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും അപ്പോൾ തന്നെ കാണിക്കണം കേട്ടോ. കാരണം അത് വെച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും കൂടും. അപ്പോൾ എന്തായാലും ബൈ, ടാറ്റാ.